നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര കുറേക്കൂടി ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള മത്സരം, ശത്രുത ഇവയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി നാം കാണുന്നുണ്ടല്ലോ. അതിനുള്ള പ്രധാന കാരണം ഭാരതത്തിൻ്റെ വളർച്ച പല മാനദണ്ഡങ്ങളിലും പല വികസിത രാജ്യങ്ങൾക്കൊപ്പമോ അതിനു മുകളിലോ ആണ്. ഉദാഹരണമായി സാമ്പത്തിക വളർച്ച, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, ഡിഫൻസ് സെക്ടർ ഗ്രോത്ത് മുതലായവ. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ ജപ്പാനെ കൂടി മറികടന്ന് നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിക്കു മുകളിൽ മൂന്നാം സ്ഥാനത്തെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഒന്നാമതാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന റോഡ്, റെയിൽ, എയർ ഗതാഗത സൗകര്യങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നവയാണ്. ഇന്ത്യയുടെ സംഭാവനയായ യോഗ ഇപ്പോൾ ലോകമാകെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സൈനിക ശക്തിയും ആത്മബലവും ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഗ്രീൻ എനർജിയുടെ കാര്യത്തിലും ഇന്ത്യ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലം വരെ പട്ടിൻ രാജ്യം മാത്രമായി കണ്ടിരുന്ന ഇന്ത്യയെ ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും വളർന്നു വരുന്ന ലോകശക്തിയായി കാണാനും മനസ്സിലാക്കാനും തുടങ്ങിയിരിക്കുന്നു. മനുഷ്യന്മാരായാലും രാജ്യങ്ങളായാലും തങ്ങളിൽ വളരെ താഴെ നിൽക്കുന്നവരോട് പൊതുവെ ആരും മത്സരിക്കാൻ പോകാറില്ലല്ലോ. ഒപ്പം എത്തുമെന്ന് തോന്നിത്തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്തിയാൽ പിന്നെ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി മത്സരിക്കാതിരിക്കാതെയും നിവൃത്തിയില്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും പ്രതിരോധവും നമ്മുടെ തന്നെ പ്രഥമ ഉത്തരവാദിത്തമാണ്. അതിനു വേറൊരു രാജ്യവും മുന്നിലുണ്ടാവുമെന്ന് നാം പ്രതീക്ഷിക്കരുത്. പിന്നിൽ നിന്ന് സഹായിക്കാനും ഉപദ്രവിക്കാനും പലരും ഉണ്ടായെന്ന് വരാം. അടുത്തിടെ ഉണ്ടായ കപ്പൽ വിമാന ദുരന്തങ്ങളെ വളരെ ഗൗരവമായി എടുക്കേണ്ടിയിരിക്കുന്നു. ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിൽ നാനാജാതി മതസ്ഥർ ഉണ്ടാവാം. രാജ്യത്തിനകത്തും പുറത്തും ആക്രമണങ്ങളിൽ പെടുന്നവരുടെ ആദ്യത്തെ ഐഡന്റിറ്റി ഇന്ത്യക്കാർ എന്നത് തന്നെയാണ്. അതിനുശേഷം മാത്രമേ സംസ്ഥാനവും മതവും ജാതിയുമൊക്കെ വരുന്നുള്ളൂ. നമ്മളെല്ലാ ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാനും രാജ്യത്തിൻ്റെ വികസനം ത്വരിതഗതിയിലാക്കാനും കഴിയുകയുള്ളൂ.